കോഴിക്കോട് ബാലുശ്ശേരി എഗരൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തിക്കൊന്നു. ജാർഖണ്ഡ് സ്വദേശി പരമേശ്വരാണ് കൊല്ലപ്പെട്ടത്. 7 പേർ കസ്റ്റഡിയിലായി. KM ബിജു വിശദാംശങ്ങളുമായി തത്സമയം ചേർന്നുണ്ട്. ബിജു, 7 പേർ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ സംഘം ചേർന്ന് നടന്ന അക്രമമായിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു 18-കാരനെ കുത്തിക്കൊന്നു തൃശ്ശൂർ. ഇതെന്താണ് സംഭവം? തീർച്ചയായും ഇതൊരു സംഘം ചേർന്നുള്ള ആക്രമണമാണ്. ഈ മരിച്ച ആൾക്കും 25 വയസ്സ് മാത്രമാണ് പ്രായം. ഇന്നലെ രാത്രി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റുമുട്ടുകയായിരുന്നു. ബാലുശ്ശേരി എഗരൂരിൽ ഇവർ താമസിക്കുന്ന വാടക വീട്ടിന് സമീപം വെച്ചാണ് ഇവർ ഏറ്റുമുട്ടിയത്. വാക്കുതർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇതിനിടയിൽ ഈ 25 വയസ്സുകാരനായ പരശുരാമിന് ഈ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മർദ്ദനമേൽക്കുകയായിരുന്നു. അതിനിടയിൽ കുത്തുകയും ചെയ്തു. തലയ്ക്കും നെഞ്ചിനുമേറ്റ കുത്താണ് ഈ മരണ കാരണം. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതുമായി ബന്ധപ്പെട്ട് 7 പേരെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. 7 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. വാക്ക് തർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും കൊലപാതകത്തിലേക്ക് എത്തിയെന്നുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴി. ഉടൻ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. PG. ശരി, KM ബിജുവാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നെനിക്ക് സംശയമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നോക്കുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ അവർ സംഘങ്ങളായി തിരിഞ്ഞൊക്കെയുള്ള ഏറ്റുമുട്ടലുകളൊക്കെ കൂടി വരികയാണ്. ലഹരിയുടെ സ്വാധീനമാണോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളാണോ എന്നറിയില്ല. 2 ജീവനുകൾ അടുത്തടുത്ത ദിവസം നഷ്ടപ്പെട്ട വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നത്.